ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഏകദേശം 4-5 മാസമായി. എല്ലാവരും എന്നോട് ക്ഷമിക്കണം, കാരണം എക്സാംസ്, പിന്നെ എനിക്ക് ഹിന്ദി ആ സബ്ജക്ട്സൊക്കെ പാടാണ്. അപ്പോൾ കുറേ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കളിക്കാനൊന്നും അധികം പറ്റിയിട്ടില്ല. പിന്നെ ഞാനൊരു പ്ലാന്റ്സ് വേഴ്സസ് ബ്രെയിൻ റൂട്ട്സിലൊരു ഗീവ് അവേ ചെയ്യായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാനൊരു കമൻറ്റൊക്കെ സെലക്ട് ചെയ്തായിരുന്നു, പക്ഷേ ഞാൻ ഫ്രീ ആയിരിക്കുമ്പോൾ ആൾ ഓൺലൈനിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ അതിനെപ്പറ്റി അങ്ങ് മറന്നുപോയി. അപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മയുണ്ടത്. അപ്പം ആ ആൾ ഈ വീഡിയോ കാണുന്നുണ്ട്, നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് ഫ്രണ്ട് ടെക്സ്റ്റ് ഓൾറെഡി അയച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഒന്നുകൂടെ അയക്കാം. ബ്രോ, നിനക്കത് വേണമെങ്കിൽ ഞാൻ നിനക്ക് എൻ്റെ പ്ലാന്റ്സും ബ്രെയിൻ റൂട്ട്സിന് എല്ലാ സാധനവും നിനക്ക് തരാം. പ്ലാന്റ്സും ബ്രെയിൻ റൂട്ട്സും എല്ലാം ഫുള്ളും നിനക്ക് തരാം. അപ്പം ഞാനിപ്പോൾ ആ ഗെയിംസൊക്കെ നിർത്തി ഗൈസ്. ഇപ്പം ഞാൻ പണ്ട് കളിക്കുന്ന കുറേ ഗെയിംസ് ഞാൻ നിർത്തി. പണ്ട് ഞാൻ കുറേ ഈ സ്റ്റീൽ ബ്രെയിൻ റൂട്ട് കളിക്കാറുണ്ട്, പ്ലാന്റ്സ് വേഴ്സസ് ബ്രെയിൻ റൂട്ട്സ് കളിക്കാറുണ്ട്, ഗ്രോയെ ഗാർഡൻ. അതൊക്കെ ഈ ഗെയിംസൊക്കെ ഇങ്ങനെ ഡെഡായി വരുമ്പോൾ ഞാൻ നോക്കും. പിന്നെ എസ്കേപ്പ് സോണിന് ഇടയ്ക്ക് കയറിയായിരുന്നു. അപ്പം ഇപ്പം ഞാൻ ഈ റൈവൽസ് എന്ന് പറഞ്ഞൊരു ഗെയിം, എനിക്കത് ഒരു ഇഷ്ടപ്പെട്ട ഒരു ഗെയിമാണ്. 99 ഞാൻ കുറേ കളിക്കുമായിരുന്നു, പക്ഷേ അതൊന്നും ഇപ്പോൾ കളിക്കാറേ ഇല്ല. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഇപ്പോൾ ബ്ലോക്സ് റൂട്ട്സ് ഇഷ്ടമാണ്, ഈ റൈവൽസ് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇന്ന് റൈവൽസിൻ്റെ ഒരു വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. ഞാൻ അത്ര പ്രോയൊന്നും അല്ല ഗൈസ്, എന്നാലും നമുക്കൊന്ന് കളിക്കാം. അപ്പോൾ ലെറ്റ്സ് ഗോ. യെസ് ഗൈസ്, ഒരാളെ കിട്ടിയിട്ടുണ്ട്. എറിഞ്ഞുണ്ട് ക്രോസ് റോഡ്സ് മതി. ക്രോസ് റോഡ്സ് കിട്ടിയിട്ടുണ്ട്. സ്നൈപ്പർ, ഷോട്ട്, നൈഫ്, വാർഹോൾ. ഇതാണ് എനിക്ക് ഇഷ്ടമുള്ളൊരു കിറ്റാണ്. ഞാനത്ര പ്രോയൊന്നുമല്ല ഗൈസ്. ഞാൻ തുടങ്ങിയിട്ട് 1 മാസം പോലും ആയിട്ടില്ല ഈ ഗെയിം തുടങ്ങിയിട്ട്. അങ്ങനെ കളിക്കാനും എനിക്ക് ടൈം കിട്ടാറില്ല. അപ്പം ഇതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഈ ഗെയിമിനെപ്പറ്റി കിട്ടുന്നുണ്ട്. പിന്നെ ഓട്ടോ ഷൂട്ട്, എയിം അസിസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ പിടിച്ചു പോകുന്നതാണ്. ഓക്കെ, ഞാൻ ഇടയ്ക്കൊക്കെ നല്ല കളി കിട്ടും, പക്ഷെ ഇപ്പം ചില സമയത്തൊന്നും അത്ര നല്ലൊരു കളി നമുക്ക് എടുക്കാൻ പറ്റില്ല, നമുക്കൊന്നറിയാം. പിന്നെ എന്ത് പറയുന്നത്, പൊട്ടൻ. നമുക്ക് കളിക്കാം. എനിക്കിപ്പം എങ്ങനെയെങ്കിലും നല്ലൊരു ലെവലെത്തണം. ഇപ്പം ഞാൻ 59 ലെവലാണ്. പിന്നെ ഞാനിങ്ങനെ ഇടയ്ക്ക് റോബക്സ് മേടിച്ചായിരുന്നു, പക്ഷെ അതൊക്കെ സ്പെൻഡ് ചെയ്ത് ആ സ്റ്റീൽ ബ്രെയിൻ റൂട്ടിൻ്റെ പ്രൈവറ്റ് സെർവറിലാണ്. സ്റ്റീൽ ബ്രെയിൻ റൂട്ട് പ്രൈവറ്റ് സെർവർ മേടിച്ച് കുറേ പൈസ ചെയ്യാൻ പറ്റും. എടിവൻ എന്തിനാണ് കീ ചോദിക്കുന്നത്? റോബക്സ് വരുമോ? റോബക്സ് ഇല്ലയെന്ന് പറഞ്ഞിട്ട് റോബക്സ് വരുമോ? അവൻ്റെ കയ്യിൽ 3 കീ ഉണ്ടാവും, അതായിരിക്കും. പുതിയ വെപ്പൺ മേടിക്കുന്നതൊക്കെ അതിൻ്റെ തന്നെ കുറേ ക്വസ്റ്റ് ചെയ്ത് കീ കിട്ടും. അതുകൊണ്ട് ഞാനിപ്പോൾ മറ്റേ വില കുറഞ്ഞ വെപ്പണില്ലേ, സ്പ്രേ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് അതൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് കുറച്ച് നമുക്ക് അതിനേക്കാളും നല്ല കീ കിട്ടും. അത് സ്പ്രേ ഒക്കെ 5 അല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് തന്നെ ഒരു 15 കിട്ടത്തില്ലേ, ഈസി ആയിട്ട് എനിക്ക് 15 കിട്ടത്തില്ലേ. ഒരു 2 മണിക്കൂർ ഇരുന്ന് കളിച്ചാൽ എനിക്ക് 15ഒക്കെ ഈസി ആയിട്ട് കിട്ടും. പിന്നെ ഫ്ലെയർ, ഇത് കഷ്ടപ്പെട്ട പുതിയ സ്നൈപ്പർ ഞാൻ ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. ഈ ക്വസ്റ്റ് കണ്ടു, ഇത് ബിഗിനർ ക്വസ്റ്റ് പോലത്തെ ക്വസ്റ്റാണ് എനിക്ക് സ്നൈപ്പറിനൊക്കെ കിട്ടിയത്. ഞാൻ ഇന്ന് മേടിച്ചാൽ ഞാൻ സ്നൈപ്പർ. എനിക്ക് പക്ഷേ സ്നൈപ്പർ ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. ഞാൻ പ്രൈവറ്റ് സെർവറിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കും. അപ്പം ഒരു ഇച്ചിരി സ്നൈപ്പർ എനിക്കൊരു പഠിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് അങ്ങനെ അറിയത്തില്ല. പക്ഷേ
സ്നൈപ്പർ പഠിച്ചെന്ന് പറയുമ്പോൾ ഈ 360 സ്കോപ്പൊന്നും അടിക്കാനല്ല, ചുമ്മാ വർക്ക്ഷോപ്പ് അടിക്കാം. ഇച്ചിരി ദൂരം എന്നാലും ആളിച്ചിരി അനങ്ങിയാലും അതുപോലെ ഞങ്ങൾക്ക് ഈ മൊബൈൽ പ്ലേയേഴ്സിൻ്റെ മെയിൻ എയിം അസിസ്റ്റും ഓട്ടോ ഷൂട്ടും ഉള്ളതുകൊണ്ട് നമുക്ക് എയിം അസിസ്റ്റും ഓട്ടോ ഷൂട്ടും ഉള്ളതുകൊണ്ട്, പക്ഷേ ഈ സ്നൈപ്പറൊന്നും ഓട്ടോ ഷൂട്ട് ആവത്തില്ല. അത് സ്പോട്ട് ചെയ്താലേ സ്നൈപ്പറിന് ഓട്ടോ ഷൂട്ട് കിട്ടുള്ളൂ. നമുക്ക് ഇച്ചിരി ഒരു നമ്മുടെ രീതിക്ക് പറ്റുന്ന ഒരു ഗൈസ്, നിങ്ങൾ എൻ്റെ ലെവലിന് അയ്യോ ആ മാപ്പ് വേണ്ട, അതിനകത്ത് എനിക്ക് സ്നൈപ്പർ വെച്ച് കളിക്കാൻ പറ്റില്ല. എൻ്റെ ലെവൽ വെച്ചിട്ട് എൻ്റെ കളി നല്ലതാണോ എന്ന് നിങ്ങൾ പറയണം. നിങ്ങൾ എൻ്റെ റേറ്റ് ചെയ്യണം 10ൽ. ഈ ലെവലിന് ഉള്ള കളി എനിക്ക് ഉണ്ടോയെന്ന്. എനിക്ക് ലാഗുണ്ട്, അത് FPS കിട്ടില്ല. ഈ മാപ്പിൽ സ്നൈപ്പർ എടുത്തിട്ട് നമുക്ക് സ്നൈപ്പർ എടുക്കാം. ഇത്ര അങ്ങനെ ഹെഡ് കയറാൻ ഇച്ചിരി പണിയാണ് ഈ ഗെയിം. ഇപ്പോൾ ഈ ഗെയിം ഇഷ്ടമുള്ളവർക്ക് പറയില്ല, പക്ഷെ എനിക്ക് ചെറുതായിട്ടേ ഈ റൈവൽസിന് എനിക്കൊരു പ്രശ്നം തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ എന്താണ് പറയണേ, ഹിറ്റ് ബോക്സ് ഉണ്ടല്ലോ, അതായത് ഹെഡൊക്കെ അടിക്കണമെങ്കിൽ നമ്മൾ അവരുടെ തലയുടെ മേളിലടിച്ചാലേ ഹെഡ് ആവുള്ളൂ. ഞാൻ ഹെഡൊക്കെ അടിക്കുമ്പോൾ ചിലപ്പോൾ ബോഡിയൊക്കെ കിട്ടുന്നു. എവിടെയൊക്കെ അടിച്ചാലും ചിലപ്പോൾ ഹെഡ് കിട്ടും, അല്ല ഒക്കെ ബേസ്ഡാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത്. ആദ്യം ഈ റൈവൽസിൽ ഹെഡ് അടിക്കുന്നത് സ്കിൽ ബേസ്ഡ് ആയിരുന്നു, പക്ഷെ ഇപ്പോൾ ലക്ക് ബേസ്ഡ് ആയിട്ട് വരുവാണ്. കാരണം ഹിറ്റ് ബോക്സ് വ്യത്യാസമുള്ളൂ എനിക്ക് തോന്നുന്നു. കാരണം നേരത്തെ കളിക്കുമ്പോഴൊന്നും എനിക്ക് അങ്ങനത്തെ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഇച്ചിരി ഇവിടെ പോയി സ്കോപ്പ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അത് ഓരോ വെപ്പൺ മേടിക്കുമ്പോഴും നൈഫ് വെച്ചിട്ട് കുറേ ബാക്ക് സ്റ്റാബ് ചെയ്യുന്നതായിരുന്നു. ഇതേപോലെയല്ല, ഇങ്ങനെ കോർണറിലൊക്കെ ഇരിക്കുമ്പോൾ ബാക്കിലോട്ട് ഡാഷ് ചെയ്തിട്ട് സ്റ്റാബ് ചെയ്യും. ലാപ്പിൽ കളിക്കുമ്പോൾ എനിക്ക് അത്ര സീനില്ല. ലാപ്പ് ഇച്ചിരി കൂടെ എളുപ്പമാണ് കളിക്കാൻ. പിന്നെ ഒറ്റ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എയിം അസിസ്റ്റ് ഓട്ടോ ഷൂട്ട് എനിക്കൊന്ന് ലാപ്പിൽ ഉണ്ടെന്ന് തോന്നുന്നു, അല്ലാതെ ഇതില്ല. എയിം അസിസ്റ്റ് ഇല്ല, അതൊന്നും ചെറിയൊരു ബുദ്ധിമുട്ട് ലാപ്പിന്. പക്ഷെ എന്നാലും ഈ ഇതിനേക്കാൾ നല്ല അടിപൊളിയായിട്ട് ലാപ്പിനൊക്കെ അത്രയും നേരം ഞാൻ ട്രെയിൻ ചെയ്തിട്ടില്ല. റൗണ്ടിനുള്ള ട്രെയിനിങ് കേസ്. ഞാൻ നമ്മുടെ വിറ്റാണ് ഈ സ്ഥലത്തൊക്കെ, കാരണം ട്രെയിനിങ് കൂടുതലുണ്ടോ. There is something odd about targets. What is odd about targets? ഇതൊന്നും ഇങ്ങനെ ഇത്രയും മുന്നേ സമയം കഴിഞ്ഞു. സമയം ഇതെന്താണ് ഇങ്ങനെ കാണിക്കുന്നത്? ഡിഫോൾട്ട് ലോഡ് ഔട്ട് ഈസ് ആക്ച്വലി റിയലി ഗുഡ്, എനിക്കിഷ്ടമാണ്. അത്യാവശ്യം സെറ്റ് ഗണ്ണാണ് അസോൾട്ട് റൈഫിൾ. ഇപ്പോൾ ഇപ്പോഴും സ്നൈപ്പർ യൂസ് ചെയ്തില്ലെങ്കിൽ AR ആണ് ഞാൻ മെയിനായിട്ട് എടുക്കുന്നത്. പിന്നെ പിസ്റ്റൽ ഹാൻഡ് ഗൺ ഓക്കെ അത്ര നല്ലതല്ല, എന്നാലും കുഴപ്പമില്ല. ഫിസ്റ്റ് ആണെങ്കിലും നമുക്ക് ഡബിൾ ജമ്പ് ചെയ്യാൻ പോകുമ്പോഴത്തേനും നല്ലതാണ്. ഗ്രാനേഡ് പിന്നെ പറയേണ്ട സെറ്റാണ്. ഗ്രാനേഡ് ഡാമേജിന് വേണ്ടിയിട്ടില്ല, നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഗ്രാനേഡ് ജമ്പ് ചെയ്യാനൊക്കെയാണ്. എനിക്കൊന്ന് ട്രെയിൻ ചെയ്യുന്നവർക്ക് ഇഷ്ടമുള്ളൂ.
കണ്ടോ, ഇത് ക്യാൻസൽ ആയാലാണ് എനിക്ക് ദേഷ്യം വരും. കളി കയറുമ്പോൾ നമുക്ക് ബാക്കി കാണാം. ഓക്കെ ഗൈസ്, നമ്മളൊരു കളി കയറിയിട്ടുണ്ട്. ഈ ബാറ്റിൽ ഗ്രൗണ്ട് വേണ്ട, ബാറ്റിൽ ഗ്രൗണ്ട്